ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദോഷ പരിഹാരമായിട്ട് ജപധ്യാനാദികൾ, ക്ഷേത്രാധികാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നീങ്ങുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരവും ഈ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളാണ് പറയുന്നത്. ചിലവേറിയ ഒരു പരിഹാരവും പറയുന്നില്ല. ചിലവ് തന്നെ വേണമെന്നില്ല. ക്ഷേത്ര ദർശനം, അവിടെ നിന്നുള്ള ജപം ധാരാളം മതിയാകും. പിന്നെ നമ്മുടെ ഒരു സമർപ്പണത്തിന് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്കവിടെ അർച്ചനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താം. ജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടായിരുന്നു. വ്യാഴൻ്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു. വ്യാഴൻ ഉച്ചരാശിയിലാണ്, കർക്കിടക രാശിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 27 നക്ഷത്രക്കാർക്കും 12 രാശിയിലുള്ളവർക്കും മോശമായിട്ടുള്ള കാലമാണെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും വന്നു ചേരാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് ദശാപഹാരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ദശാപഹാരങ്ങൾ തീർച്ചയായിട്ടും അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് വ്യാഴൻ്റെ ഉച്ചാവസ്ഥയിലുള്ള ആ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ആ ധ്യാനത്തോടുകൂടി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ആദ്യമായി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വസ്തു വാങ്ങുവാനുള്ളൊരു ടെൻഡൻസി, ഫ്ലാറ്റ്, വീടൊക്കെ വാങ്ങുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. സാമ്പത്തിക നിലയുള്ളവർക്ക്, വരുമാനം വർദ്ധിച്ചവർക്ക് ജോലി മാറുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദൂരദേശത്ത് ജോലി ലഭിക്കാം. ആ ജോലി കൊണ്ട് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വന്നു ചേരും എന്നുള്ളത് കൊണ്ട് അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ആവുന്നുള്ളതാണ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് വരും, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് കടമയാണ് എന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ. അത് വളരെ അലേർട്ടായിട്ടിരിക്കണം, എവിടെയാണ് ഓപ്പർച്യൂണിറ്റിയൊക്കെ റൈസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ വിവാഹ കാര്യത്തിന് മധ്യമകാലമാണ്. പ്രണയത്തിനൊട്ടും നല്ല സമയമല്ല. പൊതുവെ സ്വാധീനങ്ങളുണ്ടാകാം. പുറത്തു നിന്ന് സ്ത്രീ പുരുഷന്മാരുടെയൊക്കെ സ്വാധീനമുണ്ടാകാം. ആ സ്വാധീനം ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം എന്നുള്ളതുകൊണ്ട് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ അന്യ സ്വാധീനം ഒട്ടും പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അതുപോലെ ഓഫീസിലും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാം കൂടെ തുറന്നു പറയാൻ പറ്റിയൊരു കാലം. കാരണം ഏഴരശനിയുടെ തുടക്കമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന, നമ്മൾ ഓർക്കാണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഒക്കെ പിന്നീട് നമുക്ക് പ്രതികൂലമായിട്ട് വരാം എന്നുള്ള കാര്യം അറിയുക. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കാണുന്നു. കെട്ടിക്കിടന്ന്, അതായത് സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറേയൊക്കെ സെയിലായി പോകാനുള്ള സാധ്യതയും, അങ്ങനെ അല്പം പണം വന്നു ചേരാനുള്ള യോഗവുമുണ്ട്. പ്ലാൻഡ് ആയിട്ടുള്ളൊരു എക്സ്പെൻഡിച്ചർ വേണ്ട ഒരു വാരമാണെന്നറിയാം. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ഈ രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം ഉത്തമ ഫലങ്ങൾ നൽകും. ഭദ്രകാളി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ദേവി നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ഹൈ സ്പീഡ് ഡ്രൈവിങ്, റൈഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ഒരു കാലമാണ്. അത് ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വീഴ്ച, മുറിവിനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട്. അത് പരിഹാരങ്ങൾ കൊണ്ട് അങ്ങോട്ട് മാറിക്കോളും. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. 48 വയസ്സ് കഴിഞ്ഞവരാണിത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയുക. ബിസിനസ്സിൽ ഒരു പുതിയ ഫീൽഡിലേക്ക് കിടക്കാനുള്ള താല്പര്യമൊക്കെ വരും. എന്നാൽ അതിന് പറ്റിയൊരു സമയമല്ല എന്നറിയുക. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും എമേർജ് ചെയ്യും. ലൈക്ക് ലോണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ സഹായം, ഇതൊക്കെ വരാം. കുടുംബകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരുമായിട്ട് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടും ഒക്കെ പൊതുവെ കുടുംബാന്തരീക്ഷത്തിലൊരു സന്തോഷവും സമാധാനവും വന്നു ചേരും. അല്പം ഒരു ടെൻഷൻ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. പുതിയ ബിസിനസ് ആരംഭിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ്. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവാക്കേണ്ട ഒരു കാലമാണ് എന്നറിയാം. കാരണം അവർക്ക് വിജയം വരാനുള്ള ഭാഗ്യമുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് മോർ കോൺസെൻട്രേഷൻ
കണ്ടീഷൻ ഉണ്ടായിരിക്കണം എന്ന് സാരം. പുതിയ കോഴ്സസിനൊക്കെ ശ്രമിക്കുവാനും യോഗമുള്ള അല്ലെങ്കിൽ ഭാഗ്യമുള്ള, അത് ലഭിക്കാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ്. ദൂരദേശത്തെ വിദ്യാഭ്യാസം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലവുമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച ദിവസവും മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഭക്തപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പല മാറ്റങ്ങളും വരും. പല ടെൻഷൻസും ഉണ്ടായിരുന്നു. ആ ടെൻഷൻസിൽ അല്പം കുറവ് അനുഭവപ്പെടും, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. പെട്ടെന്നങ്ങ് പണം വരും എന്നുള്ളതല്ല, പണം വരാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ചെയ്യും എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് സഹായം, ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ലോണ്, ഇതൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാരം വിവാഹകാര്യങ്ങൾക്ക് നല്ല സമയമാണ്. വിവാഹ നിശ്ചയമോ വിവാഹമോ ഒക്കെ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. ഉത്തമനായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമയായിട്ടുള്ള ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്ന സമയമാണ്. പ്രണയത്തിന് സാധ്യത ഏറെയുണ്ട് എങ്കിലും അത് അത്ര അങ്ങോട്ട് അനുകൂലമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ശനി അത്ര അനുകൂല ഭാവത്തിലല്ല എന്നുള്ള കാര്യം അറിയാം. ദൂരയാത്രകളും അസമയത്തുള്ള യാത്രയും കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഗൃഹത്തിൽ ഒരു പ്രായം കടന്നവർ, പ്രത്യേകിച്ച് 36 വയസ്സ് കഴിഞ്ഞവർ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഗൃഹത്തിനുള്ളിൽ അകൽച്ചയും പ്രയാസങ്ങളും ഒക്കെ വരാം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സർക്കിളിൽ ചെന്ന് പെടാനും നമുക്കിഷ്ടമുള്ള വ്യക്തിയെ കണ്ടുമുട്ടുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും അറിയുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള, രക്തം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിപ്രീതി വരുത്തുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ഈ പറഞ്ഞ തടസ്സങ്ങളും നീങ്ങിപ്പോകും. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും പല സൈൻസ്, പല ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ടാവും. അതായത് ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു, അല്ലെങ്കിൽ വിവാഹകാര്യത്തിലൊരു തീരുമാനമാകുവാൻ പോകുന്നു, ആരുടെയോ സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്, അതുവഴി ഉയർച്ചയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നു ചേരുന്ന ഒരു വാരമാണ്. അത് സാധ്യമാകുന്ന ഒരു സമയവുമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമുണ്ടാകാം. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. അത് പുതിയ ഡ്രസ്സ്, ഇലക്ട്രോണിക് അപ്ലയൻസസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് പണം ചെലവാക്കുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പൊതുവെ ഔട്ടിങ്സിന് സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഔട്ടിങ്സിന് ഭാഗ്യമുണ്ട്. അവിടെ ഒരു സെലിബ്രേഷനൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും അറിയാം. മെഡിക്കൽ എൻജിനീയറിംഗ് കോഴ്സസിനൊക്കെ ഉയർച്ച അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഒക്കെ വന്ന് ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്ത് നിന്നും പണം വരാനുള്ള യോഗവും വിദേശവുമായി എന്തെങ്കിലും പുതിയ കോൺടാക്ട്സ് ഡെവലപ്പ് ചെയ്യുവാനും അവിടെ നിന്നൊരു ഹെൽപ്പ് ബിസിനസ്സിലൊക്കെ വരാനും യോഗമുണ്ട്. ബിസിനസ്സിലുണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ, അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ പൂർണ്ണമായി മാറുന്ന ഒരു വാരമാണ്. പലതും നടക്കും എന്നുള്ള തോന്നൽ ഉള്ളതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു. പൊതുവെയുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കുവാനായി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തുക എന്നുള്ളതാണ്. അവിടെ ചന്ദ്രന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ദുർഗാ സ്തോത്രം ഭക്തപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ഒരു കാര്യവും അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം എന്നുള്ളതാണ്. എന്നാൽ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സഹായവും ജീവിതത്തിൽ ഒരു ഉയർച്ചയും സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിൻ്റെ സൂചനയും ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഉദാഹരണത്തിന് ശുക്രൻ, ചന്ദ്രൻ, വ്യാഴൻ ഇവയുടെ ദശാപഹാരം നടക്കുന്നവർക്ക് തിരക്കില്ലാത്ത നേട്ടങ്ങൾ വരാം. എന്നാൽ ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ
റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇവയ്ക്കുള്ള സാധ്യത, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം, റോങ് ഡെസിഷൻ മേക്കിംഗ്, വളരെ വേണ്ടപ്പെട്ടവർ അകന്നു പോകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സ്വയം ഒരു നിയന്ത്രണം വേണം. സോഷ്യലൈസേഷൻ തൽക്കാലം വേണ്ട. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഈ കൂട്ടുകാരുമൊത്തൊക്കെയുള്ള ഈ കറക്കമൊക്കെ ഒന്ന് കുറച്ചൊള്ളുക എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. ശനിയാഴ്ചകളിൽ രാഹുവിന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. രാഹു സ്തോത്രം ദിവസവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വന്നു ചേരും. അലർജിക് കണ്ടീഷൻസൊക്കെ വരാം എന്നുള്ളതുകൊണ്ടാണ് രാഹുപ്രീതി കൂടി വേണം. വൈകാരിക പ്രയാസങ്ങളും ഇത് കുറയ്ക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്തരം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളും ഇങ്ങനെ വരും എന്ന് തോന്നിച്ചിട്ട് പിന്നെ ഒരു തടസ്സപ്പെട്ട് കിടക്കുന്നതായി അനുഭവപ്പെടുക. അതായത് ബിസിനസ്സിലൊരു സഹായം, ഒരു ലോണൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു തടസ്സം വരുന്നതുകൊണ്ട് മനസ്സിന് ടെൻഷൻ വരും. അതുപോലെ വിവാഹാലോചനകൾ വന്നിട്ട് മറുപടി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പം പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് മറുപടി വൈകുന്ന ഒരവസ്ഥ, ഇതൊക്കെ വരാനും അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു എന്നുള്ളതാണ്. പുതിയൊരു ബിസിനസ് പ്രോജക്റ്റിനൊക്കെയുള്ള അഡ്വൈസ് ലഭിക്കും, അതിന് പാർട്ട്ണറിനെ ലഭിക്കാനുള്ള യോഗമുണ്ട്. ഗവൺമെൻറ് സാങ്ഷൻ, ലൈസൻസ് ഇവയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്കുള്ള യോഗമുണ്ട്. ബിസിനസ്സിൽ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഡൾനെസ് മാറി ഒരു വാംത്തൊക്കെ വരും. ധാരാളം സെയിൽസൊക്കെ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. വസ്തു വിൽപ്പന, അതുവഴി പണം ലഭിക്കുവാനുള്ള ഭാഗ്യം, ഇത് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, ഇതൊക്കെ ഈ വാരം കാണുന്നുണ്ട്. പൊതുവെയുള്ള തടസ്സങ്ങൾ നീക്കുവാനായി ശനി അത്ര അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ഇവ ഉത്തമമാണ്. പ്രണയത്തിന് ഒട്ടും നല്ല വാരമല്ല എന്നറിയാം. അറേഞ്ച്ഡ് മാരേജ് അതിനാണ് നല്ല സമയം. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ ആചാര്യസ്ഥാനീയരെ, കാരണവസ്ഥാനീയരുടെ അവരുടെ അനുവാദത്തോടുകൂടി മാത്രം വിവാഹം നടത്തുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പം നടക്കുമെന്ന് തോന്നുമെങ്കിലും ഒരു ഡിലേ വരാൻ, താമസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷൻ കൂടി വരും. കാരണം പല റീപേയ്മെൻറ്റും അതുകൊണ്ട് ബ്ലോക്ക്ഡ് ആകാം. ഇപ്പോൾ ലോണൊക്കെ എടുത്തിട്ടുള്ള ലോണൊക്കെ കൊടുക്കാനായിട്ട് കാലതാമസം നേരിടാം എന്നുള്ളതുകൊണ്ട് ഉറക്കക്കുറവ്, ടെൻഷൻ, ഹൈ ഇറിറ്റബിലിറ്റി, വീട്ടിലൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. കലഹം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെയധികം നിയന്ത്രിക്കണം. പുതിയ ലോൺ അല്ലെങ്കിൽ പ്രൈവറ്റ് കടം ഒട്ടും എടുക്കരുത് ഇപ്പോൾ. കാരണം അതിൻ്റെ റീപേയ്മെൻറ്റിൽ പ്രയാസങ്ങൾ വരാം. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് പണം വരാനുള്ള യോഗവുമുണ്ട്. എന്നാൽ അത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം തികയുന്ന ഒരു എമൗണ്ട് ആയതുകൊണ്ട് അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകാം എന്നുള്ളതാണ്. ശരീരത്തിന് ക്ഷീണമുണ്ടാകാം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു എന്നറിയാം. എന്നാൽ സ്വന്തം കുട്ടികൾക്ക് അവരുടെ വിവാഹ കാര്യങ്ങളിൽ നിശ്ചയം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഉയർച്ച വരാനുള്ള ഒരു സാധ്യത ഇവയൊക്കെ ഈ വാരം കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ഒരുപക്ഷെ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യത വരുന്ന ഒരു വാരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി മഹാലക്ഷ്മിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ മുല്ലപ്പൂ സമർപ്പിക്കുന്നതും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും. മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യവും വന്നു ചേരും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനീഴം തൃക്കേട്ട. പല മാറ്റങ്ങളും വരുന്നതിൻ്റെ സൂചന ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ ക്ഷമയുണ്ടാവില്ല. എന്താ ഇപ്പോൾ മാറ്റങ്ങൾ വരാത്തത് എന്നുള്ളൊരു തോന്നലാണ്. കാരണം കഴിഞ്ഞ കാലം പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിന് വളരെ ടെൻഷൻ ഉണ്ടാക്കിയ പല അനുഭവങ്ങളും വന്നു. പണം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോൺ റീപേയ്മെൻറ്റ് കറക്റ്റ് ടൈമിലൊന്നും പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് വരുമാനം കൂടാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അതിൻ്റെ സൂചന വ്യക്തമായി ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങൾക്കും നല്ല സമയമാണ്. ഇപ്പോൾ ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം ഇവയൊക്കെയുള്ള ജാതകമാണെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള പൊരുത്തം കിട്ടുന്ന രീതിയിലുള്ള ജാതകം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദേശത്തോ ദൂരദേശത്തോ ഹയർ എഡ്യൂക്കേഷനുള്ള യോഗവും പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ വിജയിക്കുവാനുള്ള ഭാഗ്യവും ചെറിയൊരു ജോലിയെങ്കിലും തരപ്പെടാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നാണ് ഗ്രഹനില സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായി പ്രത്യേകം ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹ്യൂമൻ എഫേർട്ട് അത്യാവശ്യമാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പ്രണയകാര്യങ്ങളിൽ ഒക്കെ കാര്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. തടസ്സങ്ങൾ
പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭദ്രകാളി സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വിവാഹകാര്യങ്ങളിൽ ആലോചനകളൊക്കെ വരുമെങ്കിലും അവിചാരിതമായിട്ടുള്ള തടസ്സം കൊണ്ട് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കാം. പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാനായിട്ടുള്ളൊരു തോന്നലുണ്ടാകുമെങ്കിലും ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ അത് നീട്ടിവെക്കുവാനുള്ള സാധ്യതയാണ് ഏറെ കാണുന്നത്. എന്നാൽ ഫ്രണ്ട്സിനെ കൊണ്ട് സഹായം വന്നു ചേരുന്ന ഒരു കാലമായതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് എന്നുള്ള കാര്യവും അറിയാം. വിവാഹ കാര്യങ്ങളിലെ തീരുമാനത്തിൽ ചെറിയ താമസമുണ്ടെങ്കിലും പരിഹാരം കൊണ്ടതിൽ ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ചെറിയൊരു സ്റ്റാഗ്നേഷൻ അനുഭവപ്പെടും. ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകണം എന്നില്ല. എന്നാൽ ദശാപഹാരങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ളവർക്ക് ബിസിനസ് സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരും എന്നാണ് കാണിക്കുന്നത്. പൊതുവെയുള്ള ഒരു അനുഭവം വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുവാനും ഭാഗ്യമുള്ള സമയമാണ്. പ്രണയകാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാണ് എന്ന് പറഞ്ഞുകൂടാ. എന്നാലും വിവാഹകാര്യങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് നീങ്ങാവുന്നതാണ്. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനും പൊതുവെയുള്ള പ്രയാസങ്ങൾ കുറയ്ക്കുവാനും ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുമായി വ്യാഴാഴ്ച വ്രതമെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക, എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വന്നു ചേരും, സന്തോഷമായിട്ടിരിക്കുക. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള വാരം. വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ ജാതകത്തിൽ പാപദോഷമൊക്കെ ഉണ്ടെങ്കിൽ രാഹു കേതു ചൊവ്വയൊക്കെ 7ലും 8ലുമുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾക്കും അതുപോലെ 7 പാപനുള്ളവർക്കൊക്കെ യോജിച്ച രീതിയിലുള്ള വിവാഹബന്ധം തന്നെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. അതായത് ജാതകപ്പൊരുത്തം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ജാതകപ്പൊരുത്തമുള്ള ഓഫേഴ്സൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരയാത്രയ്ക്കും ദൂരദേശത്ത് ജോലിയോ വിദ്യാഭ്യാസമോ അതിന് ലഭിക്കാനുള്ള യോഗമുണ്ട്. മെഡിക്കൽ എൻജിനീയറിംഗ് മാനേജ്മെൻറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ഭാഗ്യം, അതുപോലെ തന്നെ വിദേശത്ത് ഓപ്പർച്യൂണിറ്റീസ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, ഇതൊക്കെ തന്നെയും കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ബിസിനസ്സിൽ പുതിയ ഏരിയാസിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം, കലാസാഹിത്യം, സിനിമ, ടി വിയിലുള്ളവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് പ്രശസ്തി വരാനുള്ള യോഗം, പുതിയ അവസരങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യം, അക്വിസിഷൻ ഓഫ്, അതായത് പുതിയ വാഹനം വരാനോ അല്ലെങ്കിൽ വീടോ ഫ്ലാറ്റോ ഒക്കെ വരാനോ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക, ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ, എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും, സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പല കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നും. എന്നാൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളും അതങ്ങോട്ട് വൈകുന്നതായിട്ടുള്ള ഒരു അനുഭവം വരാം. വസ്തുവിൻ്റെ ക്രയവിക്രയം നടക്കുവാനുള്ള ഭാഗ്യമുള്ള സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചും വീട് വാങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചിന്ത വരും. നല്ല കാര്യം തന്നെയാണ്. അതിന് സാധ്യത ഏറെയുള്ള വാരവുമാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കുക. അവർക്ക് അവാർഡ്സോ പ്രൈസസോ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയമോ ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പൊതുവേ നേട്ടങ്ങൾ തന്നെയാണ് ഈ വാരം കാണുന്നത്. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. കാരണം ദൂരയാത്ര വേണ്ട, അസമയത്തുള്ള യാത്ര ഒഴിവാക്കേണ്ടതും അത്യാവശ്യം എന്നുള്ള കാര്യം അറിയുക. തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കുവാനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു കൂവളമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ശിവസ്തോത്രം ദിവസവും ജപിച്ചോളൂ, എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിട്ടിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പണം ധാരാളം വന്നു ചേരും. എന്നാൽ ചിലവും അതുപോലെ തന്നെ കൂടുതലായിരിക്കും എന്നറിയാം. വാഹനത്തിന് റിപ്പയറും പ്രയാസങ്ങളും ഒക്കെ വരാം. ഈ ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സൊക്കെ കറക്റ്റ് ടൈമിന് പേ ചെയ്യേണ്ട ഒരു കാലമാണ്. ഇല്ലെങ്കിൽ പിന്നീട് പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പാർട്ട്നേഴ്സ്, ഗവൺമെൻറ് സാങ്ഷനൊക്കെ ലഭിക്കുവാനും പ്രണയകാര്യങ്ങളിൽ അനുകൂല
അനുകൂലമായിട്ടുള്ള തീരുമാനം വരാനും പ്രണയിക്കുവാനുള്ള സാധ്യതയുമൊക്കെ ഈ വാരം കാണുന്നു. പ്രൊഫഷണൽസിന് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അവർക്ക് നല്ല പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിയോ വിദേശത്ത് പഠനത്തിനുള്ള ഭാഗ്യമോ ഒക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെയാണ് ഈ വാരം കാണുന്നു എങ്കിലും 7 ശനി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, എല്ലാ കാര്യത്തിലും ആദ്യം ഒരു തടസ്സം, ഒരു അൺസർട്ടനിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നേട്ടങ്ങൾ വരികയുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ച നിർബന്ധമായിട്ടും വണങ്ങുകയും അവിടെ ശനിക്ക് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ധാരാളം മെയിൽസുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താ അറിയേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യണം. എവിടുന്നാണ് മെയിൽ അയക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആദ്യത്തെ മെയിൽ മിസ് ദേവി ഒറ്റപ്പാലത്ത് നിന്നാണ്. തിരുവോണം നക്ഷത്രം. മിസ് ദേവിയാണ്. 21 വയസ്സ്. പ്രണയമുണ്ട്. പ്രണയം വിജയിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 21 വയസ്സേ ഉള്ളൂ എങ്കിലും വിവാഹത്തിന് പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും ഇപ്പോൾ വിവാഹകാലമാണ്. വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. വരുന്ന 9 മാസത്തിനകം വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഈ പ്രണയ വിവാഹം ഈ ജാതകത്തിനകത്ത് അത്ര ശക്തമല്ല. എന്ന് മാത്രമല്ല, പ്രണയിച്ചുള്ള വിവാഹം ഈ ജാതകിക്ക് ഒട്ടുമേ നല്ലതല്ല. റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പ്രണയവിവാഹം വേണ്ട എന്നുള്ളതാണ് ഗ്രഹനില കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചകളിൽ വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുക. തിങ്കളാഴ്ച വ്രതം എന്ന് പറയുമല്ലോ, അത് ശിവക്ഷേത്ര ദർശനം നടത്തി ദിവസവും ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യവും വരും. സന്തോഷമായിട്ടിരിക്കും. ശ്രീമതി അക്കാമ്മ ഭരണങ്ങാനം. മകൻ രേവതി പഠിക്കുന്നില്ല. പോളിടെക്നിക്കാണ്. പഠനത്തിൽ പല പേപ്പേഴ്സും കിട്ടാനുണ്ട്. എന്താണ് ഭാവി? ഇപ്പോൾ 7 ശനിക്കാലമാണ്. അതുകൊണ്ട് പഠനകാര്യങ്ങളിൽ അലസത, ശരീരത്തിന് ക്ഷീണവും ധിക്കാരവും എന്തെങ്കിലും കലഹ സ്വഭാവവും ഒക്കെ കാണിക്കും. വാഹനം ഒക്കെ റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചെറിയ വീഴ്ച, മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാഫിക് ഒഫൻസൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വേണം. വിഷമിക്കാനൊന്നുമില്ല. വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്ത് നിന്ന് ധനാഗമം കാണുന്നുണ്ട്. സന്തോഷമായിരിക്കാം. ശ്രീ PS മണി, കൽക്കുറിച്ചി. മകൾ ടീച്ചറാണ്. കർക്കിടകം രാശി. വിവാഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയില്യം നക്ഷത്രമാണ്. ഇപ്പോൾ വിവാഹകാലം തന്നെയാണ്. ആയില്യം നക്ഷത്രമാണ്. വിവാഹത്തിനുള്ള യോഗമുണ്ട്. വരുന്ന 9 മാസത്തിനകം വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. രൗദ്രഭാവ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യം എന്നുള്ളതാണ്. മണ്ടയ്ക്കാട് പോയാൽ മതി. അവിടെ തിങ്കളാഴ്ചകളിൽ ദർശനം നടത്തുന്നത് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ. ദേവിക്ക് എന്താ നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സമർപ്പിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ശ്രീ ഭാനു ദേശായി 56 56 വയസ്സായി. ഹസ്ത നക്ഷത്രം. ഇനി ബിസിനസ്സിന് സ്കോപ്പാണ്. ദ ലെറ്റർ ഈസ് ഇൻ ഇംഗ്ലീഷ്. ഭാനു ദേശായി ആണ്. I'm 56 years old. Hastam Nakshatram. Whether I can start a business and win in the business, that is the question. Well, this is a moderately good time for you because Dashabahara is very positive and Transit Guru is also very positive, and you are likely to start a business. Even if you don't intend, the opportunities will just emerge out of nowhere and you are likely to start a business, and that business is going to flourish very well. And in fact, you are very shrewd and very intelligent to make the business a success, so don't worry about it at all. You will come up very well, especially within the next 9 months you will start making profit. Be happy and confident. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.